ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈമറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട NCERT പാഠഭാഗങ്ങളാണ് ഇപ്പോൾ ക്ലാസ്സുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന മൂന്നാമത്തെ പാഠവും അതേപോലെ തന്നെ നിയമനിർമ്മാണ വിഭാഗം എന്നുള്ള പാഠവും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അത് വളരെ ലോങ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ പാർട്ടായിട്ടാണ് കേട്ടോ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ എന്താണെന്നും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇനിയുള്ള പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അത് നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രസിഡൻഷ്യൽ ഉണ്ട്, അതേപോലെ തന്നെ പാർലമെന്ററി സിസ്റ്റം ഉണ്ട്, സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് കാര്യനിർവഹണ വിഭാഗം. എന്താണ് കാര്യനിർവഹണ വിഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കിക്കൊള്ളുക. നിയമപരമായ കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്ന സർക്കാരിന്റെ ഘടകത്തിന് പറയുന്ന പേരാണ് കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്. എന്താണ്? നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്ന സർക്കാരിൻ്റെ ഒരു ഘടകമാണ് എന്ത്? കാര്യനിർവഹണ വിഭാഗം. അതായത് നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യനിർവഹണ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. അപ്പൊ എന്താണ്? നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. ഇനി നോക്കിക്കേ, കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത പേരിലാണ് അറിയപ്പെടുന്നത്. ചില രാജ്യങ്ങളിൽ അദ്ദേഹത്തിനെ പ്രസിഡന്റ് എന്ന് വിളിക്കും, മറ്റു ചില രാജ്യങ്ങളിലാണെങ്കിൽ പ്രധാനമന്ത്രി. ഇനി ഇവിടെ നോക്കണേ, ഭരണ നിർവഹണ കാലയളവിന്റെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവിനെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം, അതേപോലെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നിങ്ങനെ തരംതിരിക്കും. അപ്പൊ പരീക്ഷയിൽ എപ്പോഴും ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഭരണ നിർവഹണത്തിന്റെ കാലയളവില് നമ്മൾ ഈ ഒരു എക്സിക്യൂട്ടീവിനെ അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നെന്താണ്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം, അല്ലെങ്കിലോ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കും. മറ്റൊന്ന് എന്താണ്? സ്ഥിരം കാര്യനിർവഹണ വിഭാഗം, അല്ലെങ്കിലോ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കും. അപ്പൊ നോക്കിക്കൊള്ളുക, രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്താണ് അതിൽ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ ഒരു കാര്യനിർവഹണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരല്ലാത്ത വിഭാഗത്തെയാണ് നമ്മൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുപ്പിലൂടെയാണ് കണ്ടെത്തുന്നത്. പാരമ്പര്യമായും എക്സിക്യൂട്ടീവിനെ കണ്ടെത്താറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത്, ഉദ്യോഗസ്ഥരല്ലാത്ത വിഭാഗത്തിനെയാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. എന്താണ്? അവർ പെർമനന്റ് അല്ല അല്ലേ, അവർ ടെമ്പററി ആയിട്ടായിരിക്കും. ഒരു 5 വർഷമാണ് കാലാവധിയെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും മാറും. അപ്പൊ അതിന് ഉദാഹരണമാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിമാര്. അപ്പോൾ പ്രസിഡന്റ്, അതേപോലെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി, പിന്നെ അതേപോലെ മിനിസ്റ്റേഴ്സ്, ഇതൊക്കെ എന്താണ്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. അടുത്തതാണ് സ്ഥിരം കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവ്. ഇതെന്താണ്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു. പെൻഷൻ പ്രായം എത്തുന്നതുവരെ ഇവർ അധികാരത്തിൽ തുടരുന്നു. സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തെ മത്സര പരീക്ഷകളിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുകയാണ് സ്ഥിരം കാര്യനിർവഹണ വിഭാഗം ചെയ്യുക. ഇവരെന്ന് പറഞ്ഞാൽ എന്താണ്? മത്സര പരീക്ഷകളിലൂടെ, വിവിധ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ഇവർക്ക് പെൻഷൻ പ്രായം വരെ എന്താണ്? അധികാരത്തിൽ തുടരാം. പക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞു, മറ്റവർക്ക് അങ്ങനെയല്ലല്ലേ, തെരഞ്ഞെടുപ്പിലൂടെയാണ് കണ്ടെത്തുന്നത്. 5 വർഷമാണ് കാലാവധിയെങ്കിൽ അത്രയും നാൾ മാത്രമേ ആ ഒരു അധികാരത്തിൽ തുടരാനാവുള്ളൂ. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ മുതൽ ഏറ്റവും ഉയർന്ന സർവീസിലുള്ള IAS, IPS വരെയുള്ള ജീവനക്കാരാണ് സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു കാര്യനിർവഹണ വിഭാഗം രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവരുടെ ഭരണ നിർവഹണ കാലയളവിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് എങ്ങനെയാണ്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗവുമുണ്ട്, സ്ഥിരം കാര്യനിർവഹണ വിഭാഗവുമുണ്ട്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? പ്രസിഡന്റ് ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്. സ്ഥിരം കാര്യനിർവഹണ വിഭാഗമാണെങ്കിലോ ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗസ്ഥൻ മുതൽ എന്താണ് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ വരെ, അല്ലെ, IAS IPS പോലെയുള്ള ഒരു വരെ സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തിലാണ് ഉൾക്കൊള്ളുന്നത്. ഇനി പെർമനന്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സ്ഥിരം കാര്യനിർവഹണ വിഭാഗം തിരഞ്ഞെടുക്കുന്നത് മത്സര പരീക്ഷകളിലൂടെയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന് തെരഞ്ഞെടുപ്പിലൂടെയാണ് കണ്ടെത്തുന്നത്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുപ്പിലൂടെയാണ് കണ്ടെത്തുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഇവരെന്താണ്? താൽക്കാലികമാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. 5 വർഷമാണെങ്കിൽ അതിനുശേഷം മാറും. എന്നാൽ സ്ഥിരം കാര്യനിർവഹണ വിഭാഗം അവരുടെ പെൻഷൻ പ്രായം എത്തുന്നതുവരെ അധികാരത്തിൽ തുടരുന്നവരാണ്. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇനി നോക്കിക്കോ. ഏതെല്ലാമാണ് വിവിധ തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗം? നോക്കാം. എല്ലാ രാജ്യങ്ങളിലും ഒരേ തരത്തിലുള്ള എക്സിക്യൂട്ടീവുകളാണോ പ്രവർത്തിക്കുന്നത്? വിവിധ രാജ്യങ്ങളിൽ വിവിധ തരം എക്സിക്യൂട്ടീവുകളാണ് കാണപ്പെടുന്നത്. അമേരിക്കയിലാണെങ്കിലോ പ്രസിഡന്റ്, ബ്രിട്ടനിലാണെങ്കിൽ രാജ്ഞി, ഇന്ത്യയിൽ എങ്ങനെയാണ്? പ്രസിഡന്റ് എന്നിങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അമേരിക്കയില് പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് ഉള്ളത്. അതായത് ഇവിടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ഇനി കാനഡയിലോ ഭരണഘടനാ അധിഷ്ഠിതമായ രാജഭരണത്തോടു കൂടിയ പാർലമെന്ററി ജനാധിപത്യമാണ് നിലവിലുള്ളത്. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഫ്രാൻസിലാണെങ്കിൽ നോക്കിക്കേ, അവിടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടങ്ങുന്ന ഒരു പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് ഫ്രാൻസിൽ നിലവിലുള്ളത്. ജപ്പാനിലാണെങ്കിൽ പാർലമെന്ററി സമ്പ്രദായമാണ്. അങ്ങനെ പാർലമെന്ററി സമ്പ്രദായമാണ് ജപ്പാനിലുള്ളതെങ്കിലും രാഷ്ട്രത്തലവൻ ആരായിരിക്കും? ചക്രവർത്തി ആയിരിക്കും. ഇനി ഇറ്റലിയിലാണെങ്കിലോ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉണ്ട്. അവിടെയോ പാർലമെന്ററി സമ്പ്രദായമാണുള്ളത്. റഷ്യയിലാണെങ്കിൽ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണുള്ളത്. പിന്നെ ജർമ്മനിയിലും പാർലമെന്ററി സമ്പ്രദായമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് അത്ര ഇതായിട്ട് നോക്കിയില്ലെങ്കിലും എന്താണ് ഇപ്പോൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്താണ്, അത് ഓരോന്ന് പഠിക്കുന്നതിൻ്റെ കൂടെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇതുള്ളത് എന്നുള്ളതും കൂടെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. നോക്കാം. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് ആണ് രാഷ്ട്രത്തലവനും യഥാർത്ഥ ഭരണാധികാരിയും. അതായത് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ പ്രസിഡന്റ് ആണ് ആ രാഷ്ട്രത്തിന്റെ തലവൻ, അതേപോലെ യഥാർത്ഥ ഭരണാധികാരിയും ആരാണ്? പ്രസിഡന്റ് ആണ്. തത്വത്തിലും പ്രയോഗത്തിലും പ്രസിഡന്റിന് വളരെ വിപുലമായ അധികാരങ്ങളുണ്ട്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന് ഏറ്റവും നല്ല ഉദാഹരണം അമേരിക്കൻ ഭരണ സമ്പ്രദായമാണ്. കൂടാതെ ബ്രസീൽ തുടങ്ങി ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിഡന്റ് ആണ് അവിടെ രാഷ്ട്രത്തലവനും യഥാർത്ഥ ഭരണാധികാരിയും. ഇത് നിലനിൽക്കുന്നത് അമേരിക്ക, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളിലാണ്. ഇനി എന്തൊക്കെയാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകൾ? നോക്കിക്കേ. രാഷ്ട്രത്തലവൻ തന്നെയാണ് യഥാർത്ഥ ഭരണാധികാരി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതോ, നിശ്ചിത കാലയളവിലേക്കാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ പ്രസിഡന്റ് നിയമ നിർമ്മാണ സഭയിൽ അംഗമല്ല. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ആദ്യം 3 നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? രാഷ്ട്രത്തലവൻ തന്നെയാണ് യഥാർത്ഥ ഭരണാധികാരി. നിശ്ചിത കാലയളവിലേക്കാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് നിയമ നിർമ്മാണ സഭയിൽ അംഗമല്ല. പിന്നെയോ പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തമില്ല. അധികാര വിഭജനമാണ് അതിന്റെ അടിസ്ഥാനം. അതേപോലെ മന്ത്രിമാർ പ്രസിഡന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിന് അധികാരമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ പ്രത്യേകത വരുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? രാഷ്ട്രത്തലവൻ തന്നെയാണ് അവിടുത്തെ യഥാർത്ഥ ഭരണാധികാരി. ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കും ഈ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയിൽ അംഗമല്ല. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണ സഭയോട് യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല. നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാനും പ്രസിഡന്റിന് അധികാരമില്ല. ഇനി അധികാര വിഭജനമാണ് ഇതിന്റെ അടിസ്ഥാനം. മന്ത്രിമാർ പ്രസിഡന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ അതാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അമേരിക്കയിലും അതേപോലെ ബ്രസീലിലും ഒക്കെ ഉള്ളത് പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. അടുത്തതാണ് പാർലമെന്ററി സമ്പ്രദായം. പാർലമെന്ററി വ്യവസ്ഥയിൽ സർക്കാരിന്റെ തലവൻ പ്രധാനമന്ത്രി ആയിരിക്കും.
മിക്ക പാർലമെന്ററി വ്യവസ്ഥയിലും പ്രസിഡന്റോ അല്ലെങ്കിൽ രാജാവോ നാമമാത്രമായ രാഷ്ട്രത്തലവനായിരിക്കും. ഈ പദവി ഒരു ഔപചാരികത്വ പദവി മാത്രമായിരിക്കും. പ്രധാനമന്ത്രിയും ക്യാബിനറ്റുമാണ് യഥാർത്ഥ അധികാരം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും എക്സാമ്പിൾ ഏതാണ്, ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാണ്? നമ്മുടെ ഇന്ത്യ അല്ലെ. ഇന്ത്യയിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു പാർലമെന്ററി സമ്പ്രദായമാണ് ഉള്ളത് അല്ലെ. അതായത് എന്താ ഇവിടെ സംഭവിക്കുന്നത്? പാർലമെന്ററി വ്യവസ്ഥയിൽ സർക്കാരിന്റെ തലവൻ ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇനി പ്രസിഡന്റോ അല്ലെങ്കിൽ രാജാവോ അവിടെ രാഷ്ട്രത്തലവനായിരിക്കും. പക്ഷെ എന്താണ്, പ്രത്യേകിച്ച് അങ്ങനെ അധികാരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാലും നാമമാത്രമായ രാഷ്ട്രത്തലവനായിരിക്കും. ഇവിടെ ശരിക്കും ഭരണം നടത്തുന്നത് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പമുള്ള ക്യാബിനറ്റുമാണ് യഥാർത്ഥത്തിൽ അധികാരം കൊയ്യുന്നത്, അല്ലെങ്കിൽ അധികാരം നടത്തുന്നത്, അല്ലെങ്കിൽ അധികാരം വിനിയോഗപ്പെടുത്തുന്നത് പ്രധാനമന്ത്രിയും ക്യാബിനറ്റുമാണ്. ഇതിന് ഉദാഹരണമാണ് ഇന്ത്യ. നമ്മൾ പറഞ്ഞു ഇന്ത്യയാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ, നമുക്കറിയാവുന്ന അല്ലെ. ഇന്ത്യ ഉണ്ട്, അതേപോലെ തന്നെ ജപ്പാനിലെ പാർലമെന്ററി സമ്പ്രദായമാണ്. പിന്നെയോ ഇറ്റലി, അതേപോലെ യു കെയിലുള്ളത് എന്താണ്? പാർലമെന്ററി സമ്പ്രദായമാണ്. പിന്നെയോ പോർച്ചുഗൽ. അപ്പോൾ ഇവിടെ എല്ലാം ഉള്ളത് എന്താണ്? പാർലമെന്ററി സമ്പ്രദായമാണ്. അതായത് എന്താണ്, ഇവിടുത്തെ തലവൻ ആരായിരിക്കും? സർക്കാരിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. രാഷ്ട്ര തലവൻ എന്ന് പറയുന്ന ആൾ പ്രസിഡന്റോ അല്ലെങ്കിൽ രാജാവോ ഒക്കെ ആയിരിക്കും. അവർക്ക് ആ പദവി എന്താണ്? ഒരു ഔപചാരികത്വ പദവി മാത്രമായിരിക്കും. പ്രധാനമന്ത്രിയും ക്യാബിനറ്റുമാണ് യഥാർത്ഥത്തിൽ അധികാരം വിനിയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെയാണ് പാർലമെന്ററി സമ്പ്രദായത്തിന്റെ പ്രത്യേകതകൾ? നോക്കിക്കൊള്ളുക. പ്രധാനമന്ത്രിയുടെ നേതൃത്വമായിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞത്? രാഷ്ട്രത്തലവൻ തന്നെ, അതായത് പ്രസിഡന്റ് തന്നെയാണ് യഥാർത്ഥ ഭരണം നടത്തുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഇനി പാർലമെന്ററി സമ്പ്രദായത്തിന്റെ അപ്പോൾ ഒരു പ്രത്യേകത എന്താണ്? പ്രധാനമന്ത്രിയുടെ നേതൃത്വം, പിന്നെയോ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എന്താണ്, ഇപ്പൊ നമുക്ക് പറയാം പിരിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ അടുത്ത ഒരു ബന്ധം കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും തമ്മിലുണ്ട്. പിന്നെ രാഷ്ട്രത്തലവൻ നാമമാത്ര ഭരണാധികാരി ആയിരിക്കും. ക്യാബിനറ്റിന്റെ കൂട്ടുത്തരവാദിത്വമുണ്ട്. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയാണ് യഥാർത്ഥ ഭരണത്തലവൻ. അപ്പൊ എന്തൊക്കെയാണ് പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെച്ചോളുക. എന്തൊക്കെയാണ്? പ്രധാനമന്ത്രിയുടെ നേതൃത്വമായിരിക്കും. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയാണ് ഇവിടുത്തെ യഥാർത്ഥ ഭരണത്തലവൻ. കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. രാഷ്ട്രത്തലവന് നാമമാത്ര ഭരണാധികാരിയായിരിക്കും. ക്യാബിനറ്റിന്റെ കൂട്ടുത്തരവാദിത്വവും പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് രീതിയിലുള്ള സമ്പ്രദായങ്ങൾ അല്ലെ, പ്രസിഡൻഷ്യൽ സമ്പ്രദായവും പാർലമെന്ററി സമ്പ്രദായവും പഠിച്ചു. ഇനി അടുത്തതാണ് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം അഥവാ സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം. നോക്കാം. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉണ്ടായിരിക്കും. രണ്ടുപേരെയും നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. എങ്ങനെയാണ്? രണ്ടുപേരെയും നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും നേരിട്ടായിരിക്കും തെരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റിന് ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നതിന് സർവ്വാധികാരങ്ങളുമുണ്ട്. പ്രസിഡന്റ് സാധാരണ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഈ സമ്പ്രദായത്തിൽ ഒരേ പാർട്ടിയിലെ അംഗങ്ങളാകുകയാണ് പതിവ്. റഷ്യ, ഫ്രാൻസ്, ശ്രീലങ്ക എന്നിവ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം അല്ലെങ്കിൽ സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം എങ്ങനെയാണ്? ഇവിടെ പ്രസിഡന്റും അതേപോലെ പ്രധാനമന്ത്രിയും ഉണ്ടായിരിക്കും. ഇവരെ രണ്ടുപേരെയും നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റിന് ദൈനംദിന കാര്യങ്ങൾ, അതായത് ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നതിന് സർവ്വ അധികാരങ്ങളുമുണ്ട്. അതേപോലെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും എന്താണ്? നോർമലി അവർ ഒരേ പാർട്ടിയിൽ നിന്നുള്ള അംഗങ്ങളായിരിക്കും. ഉദാഹരണം പറയുവാണെങ്കിൽ എവിടെയൊക്കെയാണ്? റഷ്യയിൽ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണുള്ളത്. അതേപോലെ ഫ്രാൻസിലും ഇത്തരത്തിൽ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണുള്ളത്. പിന്നെയോ ശ്രീലങ്കയിലുള്ളതും
സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? പ്രസിഡന്റ് രാഷ്ട്രത്തലവനായിരിക്കും. ഇവിടെ ആരായിരിക്കും രാഷ്ട്രത്തലവൻ? പ്രസിഡന്റ് രാഷ്ട്രത്തലവൻ. പ്രധാനമന്ത്രി എങ്ങനെയാണ്? ഭരണത്തലവനും ആയിരിക്കും. പ്രസിഡന്റ് രാഷ്ട്രത്തലവനായിരിക്കും, പ്രധാനമന്ത്രി ഭരണത്തലവനായിരിക്കും. പിന്നെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും നമ്മൾ പറഞ്ഞു തിരഞ്ഞെടുക്കുന്നത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് വഴിയാണ്. ഇനി പ്രസിഡന്റും പ്രധാനമന്ത്രിക്കും ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നതിന് അധികാരമുണ്ട്. അതേപോലെ പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയോട് വിധേയത്വം ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കണേ, പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയോട് വിധേയത്വം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് പാർലമെന്ററി, അതേപോലെ പ്രസിഡൻഷ്യൽ, അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവുകളും ഇവരുടെയൊക്കെ സവിശേഷതകൾ എന്താണ് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം ഇവിടെ നോക്കേണ്ടത് ഇന്ത്യയിലെ പാർലമെന്ററി എക്സിക്യൂട്ടീവിനെ പറ്റിയാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ പാർലമെന്ററി സിസ്റ്റം ആണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതെന്താണ്, എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ എന്നുള്ളതാണ് അടുത്തായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇന്ത്യ പാർലമെന്ററി എക്സിക്യൂട്ടീവ് സമ്പ്രദായം സ്വീകരിക്കാൻ എന്താണ് കാരണം? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. 1919, 1935 ആക്ടുകൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് പാസ്സാക്കിയിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ആക്ട് പ്രകാരം അന്ന് നമുക്ക് ഒരു പാർലമെന്ററി ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. പാർലമെന്ററി സമ്പ്രദായത്തിൽ ജനങ്ങൾക്ക് എക്സിക്യൂട്ടീവിനെ ഫലവത്തായി നിയന്ത്രിക്കാൻ സാധിക്കും. പൊതുജനങ്ങളുടെ ആശയാഭിലാഷങ്ങളോട് സൂക്ഷ്മബോധവും ചുമതലാബോധവും സർക്കാരിൽ നിന്ന് ഉറപ്പുവരുത്തുന്നതിന് ഈ വ്യവസ്ഥ കൂടുതൽ അനുയോജ്യമാകും എന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾ കരുതിയിരുന്നു. പാർലമെന്ററി വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നതിനും ചുമതലപ്പെടുത്തുന്നതിനും ധാരാളം ഉപാധികളുണ്ട്. സഭയ്ക്കും സഭാംഗങ്ങൾക്കും ഈ ഉപാധികൾ എടുത്തുപയോഗിക്കുക വഴി എക്സിക്യൂട്ടീവിന്റെ അതിരുകടന്ന പ്രവർത്തനങ്ങൾ ചെറുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പാർലമെന്ററി എക്സിക്യൂട്ടീവ് വ്യവസ്ഥ സ്വീകരിച്ചത്. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് വായിച്ചിരുന്നാൽ മതി. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം വായിച്ച് ആൻസേഴ്സ് വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. ഓപ്ഷൻസ് നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് പാർലമെന്ററി സിസ്റ്റമാണ് നമുക്കുള്ളത്. ഏത് കേന്ദ്രത്തിലാണെങ്കിലും അതെ സംസ്ഥാനത്തിലും ഒക്കെ നമുക്കുള്ളത് പാർലമെന്ററി എക്സിക്യൂട്ടീവ് ആണ്. അത് എന്തുകൊണ്ടാണ്? പൊതുജനങ്ങളുടെ ആശയാഭിലാഷങ്ങളോട് സൂക്ഷ്മബോധവും ചുമതലാബോധവും സർക്കാരിൽ നിന്ന് ഉറപ്പുവരുത്തുന്നതിന് ഈ വ്യവസ്ഥ കൂടുതൽ അനുയോജ്യമാകും. അതേപോലെ തന്നെ എന്താണ്, പാർലമെന്ററി വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നതിനും ചുമതലപ്പെടുത്തുന്നതിനും ധാരാളം ഉപാധികളുണ്ട്. അപ്പോൾ സഭയ്ക്കും സഭാ അംഗങ്ങൾക്കും ഈ ഉപാധികൾ എടുത്ത് ഉപയോഗിക്കുക വഴി എക്സിക്യൂട്ടീവിന്റെ അതിരുകടന്ന പ്രവർത്തനങ്ങൾ ചെറുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പാർലമെന്ററി എക്സിക്യൂട്ടീവ് സിസ്റ്റം നമ്മൾ സ്വീകരിക്കാനുള്ള കാരണം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെയാണുള്ളത്, അതേപോലെ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ നോക്കിക്കൊള്ളുക, കേന്ദ്ര കാര്യനിർവഹണ വിഭാഗമാണെങ്കിൽ പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്. ആരൊക്കെയാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിസഭ. ഇത് നാലും ചേർന്നതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. അങ്ങനെയാണെങ്കിൽ ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ ഇത് മൂന്നും ചേർന്നതാണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ നമ്മൾ പറയുന്നത് കാര്യനിർവഹണ വിഭാഗത്തെ പറ്റിയാണ്. കേന്ദ്രത്തിലാണെങ്കിൽ ആരൊക്കെയാണുള്ളത്? അതിൽ പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്. ഇനി സംസ്ഥാനത്ത് നോക്കുവാണെങ്കിലോ ഗവർണർ ഉണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ഓർത്ത് വെക്കുക. ബാക്കി വരുന്ന കാര്യങ്ങൾ, അതായത് പ്രസിഡന്റിനെ പറ്റിയും വൈസ് പ്രസിഡന്റിനെ പറ്റിയൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്